എവിടെ ഇരിക്കുന്നത്? നീ ബക്കറ്റിൽ ഓർഡർ ചെയ്യണേ. ബ്ലിങ്കറ്റിൽ ഓർഡർ ചെയ്യട്ടെ? ബ്ലിങ്കറ്റിലോ സ്വിഗ്ഗിയിലോ ബക്കറ്റിലോ നോക്കട്ടെ. ബക്കറ്റിൽ ഓർഡർ ചെയ്യും. ഇത് കൊള്ളാം. മറ്റേ എയർകൊണ്ട് വെച്ച് ആയില്ലേ? ഇതിനെല്ലാം ക്ലിപ്പ് അടിച്ചാൽ മതി ഇപ്പം. ആ മറ്റേ വലിയ വെച്ച് നോക്കിയവനെ. അതാ നല്ല. അതാ അവര് പറഞ്ഞു ഓർക്കുന്നുണ്ടോ സംഗീതയുടെ ഫ്രണ്ടിലെ അവര് ശരിയാവൂലെന്ന്. ഞാൻ ബിസിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിസിൽ ഓർഡർ ചെയ്തു. പിന്നെ മറ്റേ ഫുട്ബോളിന് ഊതുന്ന PP ഓർഡർ ചെയ്തു. അയ്യോ കുഞ്ഞു പിള്ളേർ വേണം മറ്റേ സാധനം കൂടെ ഓർഡർ ചെയ്യായിരുന്നു. കൊരവ അപ്പൂപ്പന്മാരുടെ പല്ല് പോലെ നോക്കിയേ. നോക്കിയേ പൊങ്ങുന്നില്ല. നമ്മുടെ ഹൈഡ്രജൻ കൊണ്ട് അടിക്കുക. ഹൈഡ്രജൻ കണ്ടു നോക്കിയാൽ നമ്മളെല്ലാം വട്ട് കേസ് പിടിക്കുന്ന കേസുകളാണ് നമ്മളെല്ലാവരും. പൊളിക്ക് പഠിക്കുക. ആണോ? എങ്ങനെ പോന്നു? അങ്ങനെയാണ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളി. കളമശ്ശേരിയിൽ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ പറയാം ഞങ്ങൾ ബസ്സിന് പോകുന്നു. എന്നോട് പറഞ്ഞത് റിസ്ക് ഇല്ലാത്ത പണിയാണ്. സത്യം എല്ലാവരും സാധനം പേടിപ്പിച്ചു കൊടുക്കും. ആദ്യമായിട്ട് ഒരാൾ ഈ കൺസൺ നീ ഒന്ന് നോക്കണേടാ. ഇതവൻ രണ്ടാമത് എടുത്ത കൺസൺ. ഈ പുണ്ടച്ചിമോൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതോടുകൂടി ഇതെല്ലാം ഇവിടെ സാധനങ്ങൾ മേടിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ പഠിച്ചു. സന്തോഷം. ഞാൻ പറഞ്ഞു അവനോട് എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കാം കേരളക്കാർക്ക്. അവരെല്ലാം നീ പറ്റിക്കാൻ. അതിപ്പോൾ ഞാൻ എന്നാ പറയാനാ. कितना है? 400 में इंग्लिश में 400. ये क्या है? मेर्सिडीज बेंज है 400 उधर से इधर जाने के लिए. सारना है सारना इधर. ओ सफारी जाने के लिए 20 रुपया. ठीक है 200. ओके ഓക്കെ ജാവോ. ഇപ്പം ജൂണാണ്. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. നവംബറിന് മുമ്പേ അതായത് നമ്പർ 1 ഫുഡായി അവനും കൊടുത്തു ഓഫർ. ഊമ്പി ഇതങ്ങനെ കാറ്റ് കുറച്ച് ഇറക്കി കഴിഞ്ഞാൽ വെയിറ്റ് കുറയുമോ? അങ്ങനെ ആയിരിക്കും. ഏറിന് വെയിറ്റ് ഉണ്ടോ? ഏറിന് വെയിറ്റ് ഉണ്ട്. പച്ചക്കറി ഇല്ല, കറി വെക്കാനൊരു സാധനമില്ല. അതെ അവൻ്റെ പേരാണ് ഡിങ്ക്രു. ഡിങ്ക്രു ഡിങ്ക്രു പോയിട്ടോ. അപ്പോൾ സംഭവം തന്നെ വേറൊരു സാധനമല്ല കേട്ടോ. നമ്മളവിടെ ഇക്വേഷനുകളാട്ടോ. ശരിക്കും നമ്മൾ വർക്കാകാത്ത ഇക്വേഷൻ കിട്ടും. അതാണല്ലോ നമ്മളിപ്പോൾ മൊത്തം പൊട്ടി നിൽക്കുന്നത്. ഇതെടുത്തിട്ട് ഇത് കലക്കുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പ്രൊസീജിയറിലേക്ക് കിടക്കാം. മറ്റേ കയ്യിലിട്ട് അതുണ്ടോ? കയ്യിലെടുത്ത മറ്റേ പത പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടോ? നീ മേടിച്ചിട്ടുണ്ടോ? അവിടെ ഉണ്ടോ? നീ മേടിച്ചിട്ടുണ്ടോ? അതല്ലടാ ഈ ബാത്റൂമിൻ്റെ അകത്തുണ്ടോന്ന് ഞെക്കിയിട്ട് എൻ്റെ കൈ കഴുകുന്ന സാധനം. കക്കൂസി വെള്ളം ഒഴിക്കില്ലാത്ത സ്ഥലത്ത് എന്നിട്ട് കൈ കഴുകുന്ന സാധനം കൂടെ കൊണ്ടുതരുന്നു. ഇവനെന്നെ കാണിക്കുന്നത് ഈ ബലം പിടിക്കുന്നത്. നീ എന്നെ ഷക്കീലപ്പുറം കാണാൻ പോയതാ? വെള്ളം കൊണ്ട് കഴുകുന്നു. അപ്പോൾ ഇവിടുത്തെ നീ എങ്ങനെ കളയും? പോയി വെള്ളത്തിൽ പോയോ? എന്നോടാരാ ഏമി അതിലും മായോ? വണ്ടി വൃത്തിയാ. ബേക്കിൽ നിന്ന് തലമണ എടുക്കണം. വെറുതെ എന്തിനാ 300 രൂപയുടെ തലമണ മേടിച്ചിട്ട് ഈ കാണുന്ന വാണസാനത്തെ കിടക്കേണ്ട കാര്യം തന്നെ ഇരിക്കുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ കേട്ടോ. ചങ്കരം വീണ്ടും തെങ്ങേ തന്നെ. ഗൈസ് നോക്കൂ, ഫൈനലി ഭക്ഷണം വെപ്പും പരിപാടി എല്ലാം കഴിഞ്ഞു. വെച്ച കറി പാളിപ്പോയി, ഭക്ഷണം ശരിയായില്ല, ഊമ്പിപ്പോയി. എടാ ഇവിടെ വന്ന് നമ്മൾ കിടക്കുമ്പം സാധാരണ നമുക്ക് കയറേണ്ട കുറച്ച് ഇതുണ്ട്. ഇത് നേരെ അങ്ങോട്ട് ചോദിക്കുക. പാർക്കിംഗ് അറ്റ് ഓൺ റിസ്ക്. കീപ് ദി വെഹിക്കിൾ ലോക്ക്ഡ്. മാനേജ്മെന്റ് ഇസ് എ നോട്ട് റെസ്പോൺസിബിൾ ഫോർ. നിങ്ങളുടെ സാധനം പോയാൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. എന്ത് ചെയ്യണമെന്ന് അറിയാം? നിങ്ങളുടെ സാധനം പോയാൽ ഇപ്പോൾ ഉള്ള സാധനം കുറിച്ചാൽ നമ്മൾ പൊട്ടനായി പോകുന്ന പറയുന്നത്. ഇപ്പം ഒന്നാമത് ഞാൻ മന്ദനാ. ഇച്ചം കൂടെ കഴിഞ്ഞ് ഞാൻ പൊട്ടനാവും. നീ എങ്ങോട്ടാ പോകുന്നേ? അടയ്ക്ക്. അടച്ചിട്ട് പോവാ. ഞാനും ആ ചെറുക്കന് ഇപ്പോൾ ഉരസിയാന് മനസ്സിലായോ? ഒരു അടി പൊട്ടിയാനും ഇവിടെ ചെറുക്കനായിട്ട്. ചെക്കൻ കർണക്കുറ്റിയും കിട്ടും. ഒറ്റ അടിയായിരിക്കും അല്ലേ? ഞാനും അവനും തമ്മിൽ ഇപ്പോൾ ഉരസിയാന് തുടങ്ങാം. ബാറ്ററി ഒന്നും ഇല്ലാത്തോണ്ടാ വിഷയം. ബാറ്ററി ഇല്ലേ? ബാറ്ററി ഇല്ല വണ്ടിയില്. ബാറ്ററി ഇല്ല സത്യ. ബാറ്ററി ഇല്ലേ? ബാറ്ററി ഇല്ല. ഇതിന്റെ ഓണോമേറ്റിക് പവർ കയറുന്നത്. ബാറ്ററി ഇല്ല വണ്ടിക്ക്. ഏതെങ്കിലും ബാറ്ററി ഇല്ല. നമുക്ക് ബാറ്ററി വെക്കാൻ പറ്റുമോ? ഇവിടെ പിടിക്കണം അല്ലേ? അങ്ങനെ പിടിക്കണമെന്നില്ല. വല്ല ഓർച്ചൊക്കെ അടിച്ചാൽ മതി. തിരിച്ചടിക്കൊന്നുമില്ല ബുള്ളറ്റ് പോലെ. പറയാൻ പറ്റില്ലാത്ത വണ്ടി അതായിട്ട് അറിയാൻ പറ്റൂലേ. സൈലൻസ് നമുക്ക് മാറണ്ട കേട്ടാ. നല്ല സൗണ്ട് ഉണ്ട്. ഇതുകൊണ്ടൊരു കലക്കണം. ഞാൻ പറഞ്ഞില്ല ഈ വണ്ടിക്ക് ഗിയർ ബോക്സ് ഉണ്ട്.
ഈ വണ്ടി ഗിയർ ബോക്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗിയർ ബോക്സിനകത്ത് വണ്ടി ഉണ്ടോ? ഇത് പല്ലു പോയതാ. രണ്ടാമത്തെ കമന്റ് കൊണ്ട് തെറിയായിരിക്കും കണ്ട് വരാൻ പോകുന്നത്. എടാ ഗിയറില്ലാത്ത വണ്ടി നമ്മുടെ ഇറങ്ങുന്നില്ല. കൂട്ടിക്കപ്പോ അത് ഗിയർ ലെസ്സാന്നുള്ളു, പക്ഷെ അതിന്റെ സിസ്റ്റം ഗിയർ ഉള്ള പോലത്തെ സിസ്റ്റമാണ്. ആ സീറ്റ് ഉണ്ട് മെഴുകുക. എടുക്കാം. അളിയനോ ചേട്ടനല്ലേടാ നിന്റെ ഡ്രം എടുത്ത് ഉപയോഗിച്ച് ആ വണ്ടിയുടെ ഡ്രം എന്നാ അപ്പൊ സുഖമായിട്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. കൂടുതൽ പഠിച്ചാ എന്റെ കൂടുതൽ പഠിച്ചല്ല, ഞാൻ കൂടുതൽ പോയി ഇവൻ പഠിച്ചു. നീ പോടാ, നീയൊക്കെ പഠിക്കുന്നവനായിരുന്നു. ഞാനൊക്കെ വെറും 7ാം കൂലി. നീയൊക്കെ നന്നായിട്ട്, നീയൊക്കെ ടീച്ചറിന്റെ സാറിന്റെ ഒക്കെ നല്ല പിള്ള. ഇവനൊക്കെ മുടിഞ്ഞ പഠിത്തായിരുന്നു കേട്ടോ. ഇവനൊക്കെ നല്ല പിന്നെ നീ പഠിക്കുമല്ലോ. നീ ഏതൊരു വിഷയത്തിൽ തോറ്റിട്ടുണ്ടോ? നീ എന്നെ പോലെ മുട്ട മേടിച്ചിട്ടുണ്ടോ? ആ പാസ്സായോ? എല്ലാരും വായിക്കാൻ അറിയാമോ? അത് മതി. നീ ജയിച്ചു, രക്ഷപ്പെട്ടവനാ. ഇത്ര ആരോഗ്യം ദൈവം തന്നില്ല, നീ വലിക്ക് ബേക്കോട്ട്. ഇറങ്ങി വലിച്ചു കൊടുക്കടാ കുഞ്ഞാവേ. കുഞ്ഞാവെ സഹകരിക്കാം. ഇറങ്ങി ചെല്ലടാ ബേക്കോട്ട്. ഓ എടാ വലിച്ചു കൊടുക്കടാ. എടാ കാട്ടെ. എന്റെ കൂടുതൽ പഠിച്ച കേട്ടോ. സോറി, എന്റെ കൂടുതൽ ഞാൻ ഇരുന്നപ്പോ എന്റെ കൂടുതൽ ഇരുന്ന് പഠിച്ച ആളാ കേട്ടോ. ഞാൻ പഠിച്ചില്ലല്ലോ. ഡ്രൈവറിന് സ്മോക്ക് വരെ ഇട്ടു കേട്ടോ. എപ്പിന്ന് പറഞ്ഞപ്പോ സ്മോക്ക് ഇട്ടാക്കുന്നുണ്ടോടാ നീ? നീ പേടിക്കാതെ കേട്ടോ. നിനക്ക് 2 കോലിമുട്ടായി മേടിച്ചാൽ നീ നിനക്കായിരുന്നേ. നീ പേടിക്കാതെടാ, പേടിക്കാതെ.